വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് പ്രൊവൈഡ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്തിനാണ് കൊടുക്കുന്നതെന്ന്. കോപ്പർ ലോസ് ഓഫ് ട്രാൻസ്ഫോമർ, അയൺ ലോസ് ഓഫ് ട്രാൻസ്ഫോമർ, കോപ്പർ ആൻഡ് അയൺ ലോസ് ഓഫ് ട്രാൻസ്ഫോമർ, നൺ ഓഫ് എബോവ്. അപ്പോൾ നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് കോപ്പർ ലോസ് മാത്രം കണ്ടുപിടിക്കാനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് പ്രൊവൈഡ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്തിനാണ് കൊടുക്കുന്നത്? അത് നമുക്കറിയാം. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് അയൺ ലോസ് വേണ്ടിയാണ്. അത് നമുക്കറിയാം. നമുക്ക് ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് ഉണ്ട്. കോപ്പർ ലോസ് ആണോ അല്ല അയൺ ലോസ് ഓഫ് ട്രാൻസ്ഫോമർ, അതിനായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ചോദ്യം ഇതാണ്. ഡ്യൂറിങ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ദ അയൺ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് നെഗ്ലിജിബിൾ ബിക്കോസ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൻ്റെ ടൈമിൽ എന്തുകൊണ്ടാണ് നമ്മൾ അയൺ ലോസ് നെഗ്ലിജിബിൾ ചെയ്യുന്നത്, അത് ഒഴിവാക്കുന്നതെന്ന്. ഓപ്ഷൻസ് ഇതാണ്. അയൺ കോർ ബിക്കം ഫുള്ളി സാച്ചുറേറ്റഡ്, സപ്ലൈ ഫ്രീക്വൻസി ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്, ദ എൻറ്റയർ ഇൻപുട്ട് ഈസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു മീറ്റ് ഓൺ ലോസസ് ഓൺലി, the voltage applied across high voltage side is small friction of the rated voltage and so it is flex. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എപ്പോഴും നടത്തുന്നത് നമ്മൾ ലോ വോൾട്ടേജ് സൈഡിലായിരിക്കും നടത്തുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഹൈ വോൾട്ടേജ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ വോൾട്ടേജ് കുറച്ചേ കുറഞ്ഞ അളവിലുള്ള വോൾട്ടേജാണ് കൊടുക്കുന്നത്. റേറ്റഡ് വോൾട്ടേജിലോട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കോർ ലോസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് ഇതാണ്. ദ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ദ ഹൈ വോൾട്ടേജ് സൈഡ് ഈസ് സ്മോൾ ഫ്രിക്ഷൻ ഓഫ് ദ റേറ്റഡ് വോൾട്ടേജ് ആൻഡ് സോ ഇറ്റ് ഈസ് ദ ഫ്ലെക്സ്. ഓപ്ഷൻ ഡി. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ടു ട്രാൻസ്ഫോമേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ പാരലൽ വിൽ ഷെയർ ദ ലോഡ് ഡിപ്പെൻഡിങ് അപ്പ് ഓൺ ദെയർ. രണ്ട് ട്രാൻസ്ഫോമർ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് ആ ലോഡ് ഷെയർ ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്താണോ, റേറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണോ, പെർ യൂണിറ്റ് ഇംപെഡൻസിനെ ഡിപ്പെൻഡ് ചെയ്താണോ, ലീക്കേജ് റിയാക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്താണോ? അപ്പം നമ്മൾ ട്രാൻസ്ഫോമർ ലോഡ് ഷെയർ ചെയ്യുന്ന എപ്പോഴും റേറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തത്. ആ ട്രാൻസ്ഫോമർ എത്ര റേറ്റിങ്ങിലുള്ളതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലോഡ് ഷെയർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അയൺ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ ആർ മെഷേർഡ് ബൈ. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ അയൺ ലോസ് മെഷർ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള വാട്ട് മീറ്റർ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇവിടെ വാട്ട് മീറ്റേഴ്സാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള വാട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അയൺ ലോസ് മെഷർ ചെയ്യുന്നത്? ലോ പവർ ഫാക്ടർ വാട്ട് മീറ്റർ, യൂണിറ്റി പവർ ഫാക്ടർ വാട്ട് മീറ്റർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് വാട്ട് മീറ്റർ വെച്ചിട്ടാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓർത്തിരിക്കണം, അയൺ ലോസ് എപ്പോഴും മെഷർ ചെയ്യുന്നത് ലോ പവർ ഫാക്ടർ വാട്ട് മീറ്റർ വെച്ചിട്ടും കോപ്പർ ലോസ് എപ്പോഴും മെഷർ ചെയ്യുന്നത് യൂണിറ്റി പവർ ഫാക്ടർ വാട്ട് മീറ്റർ വെച്ചിട്ടായിരിക്കും. അയൺ ലോസിൻ്റെ കാര്യം ഓർക്കണം, എപ്പോഴും ലോ പവർ ഫാക്ടർ LPF വാട്ട് മീറ്റർ വെച്ചിട്ടാണ് അയൺ ലോസ് മെഷർ ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ എ ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്. കോപ്പർ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ ആർ മെഷേർഡ് ബൈ. അത് ഞാൻ ഇപ്പം പറഞ്ഞ് കോപ്പർ ലോസ് മെഷർ ചെയ്യുന്ന എപ്പോഴും യൂണിറ്റി പവർ ഫാക്ടർ വെച്ചിട്ടായിരിക്കും, UPF വാട്ട് മീറ്റർ വെച്ചിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വൈ ആർ കോർ ബോൾട്ട് ഇൻസുലേറ്റഡ് ഇൻ ട്രാൻസ്ഫോമർ. കോർ ബോൾട്ട്, അതായത് കോർ ബോൾട്ട് എന്തിനാണ് നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുന്നതെന്ന്. ഓപ്ഷൻസ് ഇതാണ്. ടു പ്രിവെൻറ്റ് ബോൾട്ട് കൊറോഷൻ കുറയ്ക്കാനാണോ, ടു പ്രിവെൻറ്റ് ഇൻക്രീസ് ഓഫ് എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ, ടു പ്രിവെൻറ്റ് നോയ്സ് കേസ്ഡ് ബൈ ബോൾട്ട് വൈബ്രേഷൻ, അതിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ബോൾട്ട് ചെയ്യുന്നത്, ടു പ്രിവെൻറ്റ് ഇൻക്രീസ് ദ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം നമ്മളെപ്പോഴും എന്തുവാ ലാമിനേറ്റ് ചെയ്ത് ചെറിയ ഷീറ്റായിട്ട് വെച്ച്, അതായത് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും എന്തിനാണ്? എഡ്ഡി കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ബോൾട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടി തന്നെയാണ്? എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കുക, അത് പ്രിവെൻറ്റ് ഇൻക്രീസ് ഓഫ് എഡ്ഡി കറണ്ട് ലോസ് കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോൾട്ട് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് മസ്റ്റ് ബി പെർഫോംഡ് ഓൺ ദ ട്രാൻസ്ഫോമർ ടു ഡിറ്റർമൈൻ ദ ലീക്കേജ് റിയാക്റ്റൻസ്. ലീക്കേജ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ടെസ്റ്റാണ് നടത്തേണ്ടത്? ഓപ്ഷൻസ് ഇതാണ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റാണോ നടത്തേണ്ടത്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റാണോ, ബോത്ത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റാണോ, അല്ലെങ്കിൽ ടെസ്റ്റ് ബൈ ആൻഡ് ഇമ്പിഡൻസ് ബ്രിഡ്ജ് വെച്ചുള്ള ടെസ്റ്റാണോ ചെയ്യുന്നത്?
അപ്പോൾ നമുക്ക് ലീക്കേജ് റിയാക്ടൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കോർ ലോസും കോപ്പർ ലോസും കണ്ടുപിടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ലീക്കേജ് റിയാക്ടൻസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബോത്ത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും വേണ്ടി വരുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ദ ഹൈ ഫ്രീക്വൻസി ഹം ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് മെയിൻലി ഡ്യൂ ടു. ട്രാൻസ്ഫോമറിൽ ഹൈ ഫ്രീക്വൻസി ഹം ഉണ്ടാകുന്നത് മീൻസ് ഹൈ ഫ്രീക്വൻസിയിൽ അതിൽ ഹമ്മിങ് സൗണ്ട് ഉണ്ടാവും. ഹമ്മിങ് സൗണ്ട് നമ്മൾ ട്രാൻസ്ഫോമർ സൈഡിൽ പോയി കേൾക്കാം. അതുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് ഇതാണ്. മാഗ്നറ്റോസ്ട്രിക്ഷൻ, ലാമിനേഷൻസ് ബീയിങ് നോട്ട് സഫിഷ്യൻറ്റ് ടൈറ്റ്. ലാമിനേഷൻസ് ടൈറ്റ് അല്ലാത്തതുകൊണ്ടാണോ, ടാങ്ക് വാൾസിൽ നിന്നുണ്ടാകുന്ന സൗണ്ടാണോ, ട്രാൻസ്ഫോമറിൻ്റെ ഓയിൽ, അത് ഓയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ ഓയിലിൽ നിന്നുണ്ടാകുന്ന സൗണ്ടാണോ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് മാഗ്നറ്റോസ്ട്രിക്ഷൻ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ? മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാൻ നേരത്ത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. ആ ടെൻഡൻസി കാരണം ഇതിന് ഫുള്ളായിട്ട് സ്ട്രെയിൻ ഉണ്ടാകും. ആ സ്ട്രെയിൻ കാരണമാണ് അവിടെ ഒരു ഹമ്മിങ് സൗണ്ട്. അതിനുണ്ടാകുന്ന ആ സ്ട്രെയിൻ, അതായത് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ഉണ്ടാകുന്ന സ്ട്രെയിൻ കാരണമാണ് അവിടെ ഹമ്മിങ് സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടി ഉണ്ടാകാൻ കാരണം മാഗ്നറ്റോസ്ട്രിക്ഷൻ കാരണമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഇൻ ജനറൽ ഫോർ ഓൾ സൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു യൂസ്. ഏത് തരത്തിലുള്ള ടാങ്കാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ട്രാൻസ്ഫോമറിലും എല്ലാ തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? ട്യൂബുലേറ്റഡ് ടാങ്ക് ആണോ, പ്ലെയിൻ ഷെൽ സ്റ്റീൽ ടാങ്ക്സ് ആണോ, കൊറിഗേറ്റഡ് ടാങ്ക്സ് ആണോ, റേഡിയേറ്റഡ് ടാങ്ക്സ് ആണോ? അപ്പോൾ നമുക്ക് തന്നെ നോർമലി അറിയാം, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസ്ഫോമർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം പഠിച്ചിട്ടുള്ള നമുക്കറിയാം, പുറത്തോട്ടൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ സൈഡിൽ ട്യൂബുലേറ്റഡ് ടാങ്ക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സൈഡിൽ കൂടെ ട്യൂബ് നിൽക്കുന്ന കാണാം, കാരണം കൂളിങ്ങിന് വേണ്ടി നമ്മൾ ട്യൂബ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത് ട്യൂബുലേറ്റഡ് ടാങ്ക്സ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ഇൻ കമ്പാരിസൺ ടു ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ഓഫ് സെയിം റേറ്റിംഗ് ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഹാസ്. നമ്മൾ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറും ഓട്ടോ ട്രാൻസ്ഫോമറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? അതിൻ്റെ കോപ്പർ വൈൻഡിങ്സിൻ്റെ കോപ്പർ കുറവ് മതിയോ, അല്ലെങ്കിൽ എഫിഷ്യൻസി കുറവ് മതിയോ, അല്ല പവർ ഫാക്ടർ കുറവ് മതിയോ, അല്ലെങ്കിൽ ഇൻസുലേഷൻ റിക്വയർമെൻറ്റ് കുറവ് മതിയോ? നമ്മൾ നോർമലി ടു വൈൻഡിങ് ട്രാൻസ്ഫോമറും ഓട്ടോ ട്രാൻസ്ഫോമറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അതിനകത്ത് എഫിഷ്യൻസി ഒക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും. അവിടെ പ്രധാനമായിട്ട് നമുക്ക് വ്യത്യാസം വരുന്നത് നമുക്ക് അറിയാം, വൈൻഡിങ്സ് നമുക്ക് കുറവ് മതി. അതായത് കോപ്പറിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് കുറവ് മതി. കാരണം അവിടെ ഒരു വൈൻഡിങ്ങിൽ തന്നെയാണ് നമ്മൾ പ്രൈമറി സെക്കൻഡറി എടുക്കുന്നത്. അതുകൊണ്ട് കോപ്പർ റിക്വയർമെൻറ്റ്സ് കുറവ് മതി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഇൻ കമ്പാരിസൺ ടു ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ഹാസ്. നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ലോവർ ഇൻ സൈസ് ആണോ, ലോവർ കോർ ലോസ് ആണോ, ലോവർ എഫിഷ്യൻസി ആണോ, ലോവർ ഇൻസുലേഷൻ ആണോ? പിന്നെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കോർ ലോസ് കുറവ് മതി, ലോവർ കോർ ലോസ് ആയിരിക്കും ഉണ്ടാകത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ അതിന് നമ്മൾ ഒരു വൈൻഡിങ്ങിൽ നിന്ന് തന്നെ എടുക്കുന്നത്. അതായത് അവിടെ കോറിന് വലിപ്പവും കുറവാണ്. അപ്പം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ഇതാണ്. എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഹാസ് ലോ ഫ്ലെക്സ് ഡെൻസിറ്റി ബിക്കോസ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് ഫ്ലെക്സ് ഡെൻസിറ്റി കുറവായിരിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് ഇതാണ്. അയൺ ഈസ് ചീപ്പർ, ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി കണക്റ്റഡ് ടു സപ്ലൈ, ഇറ്റ് ഈസ് നോർമലി എ സ്മോൾ ട്രാൻസ്ഫോമർ, അത് നോർമലി ഒരു സ്മോൾ ട്രാൻസ്ഫോമർ ആയതുകൊണ്ടാണോ, ഇറ്റ് ഈസ് റിക്വയർ ടു ഗീവ് പവർ ഫാക്ടർ കൊടുക്കുന്നതുകൊണ്ടാണോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എപ്പോഴും സപ്ലൈ ആയിട്ട് കോൺസ്റ്റൻ്റ് കണക്ട് ചെയ്യണം. കാരണം എപ്പോഴും നമുക്ക് സപ്ലൈ ആവശ്യമാണ്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്ലെക്സ് ഡെൻസിറ്റി കുറവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. As a transformation ratio approaches unity, the efficiency of auto transformer will. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കൂടുമ്പം ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കൂടുക കുറയുമെന്ന്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ മീൻസ് എന്തുവാ? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കൂടുമ്പോൾ എഫിഷ്യൻസി കൂടണം മീൻസ് എന്താണ്? എഫിഷ്യൻസി കൂടണമെങ്കിൽ അവിടെ എന്താ കൂടുന്നത്? എഫിഷ്യൻസി കൂടുമോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്തുവാ? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. അതായത് നമുക്ക് ഔട്ട്പുട്ട് പവർ കൂടും. ഔട്ട്പുട്ട് പവർ കൂടുമ്പോൾ മാത്രമാണ് എന്ത് അവിടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കൂടുമ്പം നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും.
അപ്പം ഓപ്ഷൻ എ. അപ്പോൾ ഞാനിത് എല്ലാ ദിവസവും ഞാൻ നോക്കുന്ന കൂട്ടത്തിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്